എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവിടെയും മഴയായിരിക്കും അല്ലേ നല്ലതായിട്ട്? ഇവിടെ മഴയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോക്ക്, അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്. അതുമാത്രമല്ല അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നെക്സ്റ്റ് ആക്ഷൻ പ്രതീക്ഷിക്കാൻ പറ്റുമോ എന്നും കൂടെ നമുക്ക് നോക്കാം അല്ലേ. നെക്സ്റ്റ് ആക്ഷനും ആ കറണ്ട് സിറ്റുവേഷനും നോക്കിയിട്ട് ഒരുപാട് നാളായി. അത് നോക്കാം കേട്ടോ. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കറണ്ട് വന്നു, നല്ല ലക്ഷണം അല്ലേ. കറണ്ട് പോയിരിക്കുകയായിരുന്നു. ഓക്കെ, ഇപ്പോൾ റീഡിങ്ങിലേക്ക് പോകാൻ ഓർക്കുക. ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ. ന്യൂട്രലായിട്ട് നിന്ന് മാത്രം റീഡിംഗ് കാണുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്തോളൂ, ചെയ്തു തരുന്നതാണ്. കാരണം പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ എക്സാക്ട് സിറ്റുവേഷൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എന്താണ് എന്നുള്ളതൊക്കെ നമുക്കറിയാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുന്നേ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി കേട്ടോ. നിങ്ങളുടെ സ്നേഹം എത്രയുണ്ടെന്നുള്ളത് എനിക്ക് നിങ്ങളുടെ കമൻസിൽ നിന്നും എനിക്ക് വരുന്ന പേഴ്സണൽ മെസ്സേജസിൽ നിന്നും എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ സന്തോഷമായിട്ടിരുന്നാൽ എനിക്കും സന്തോഷമായിരിക്കും. ഓക്കെ, റീഡിങ് തുടങ്ങാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നൊന്ന് പറയൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണെ കുറിച്ച് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക, പേര് റിപ്പീറ്റ് ചെയ്യുക മനസ്സിൽ. എൻ്റെ വ്യൂവേഴ്സ് ഇപ്പോൾ ഒരാളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ്. അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നൊന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നൊന്ന് പറഞ്ഞു തരും. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷനിൽ എന്താണ് കാണുന്നത് എന്ന് പറഞ്ഞു തരും. കറണ്ട് സിറ്റുവേഷൻ. ത്രീ ഓഫ് സ്വാർഡ്സ്. ഓക്കെ, എന്ത് പറ്റി? ഫൈവ് ഓഫ് സ്വാർഡ്സ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, 10 ഓഫ് പെൻറ്റക്കിൾസ്, 3 of cups, 2 of cups, chariot, 6 of wands, 4 of swords, devil, moon, hermit, king of wands. Clarify 3 of swords. Very heartbreak situation. Clarify 3 of swords. Clarify 3 of swords. Clarify 3 of swords. Clarify 5 of swords. Clarify 5 of swords. Clarify 5 of swords. Okay. Two of wands. ഓക്കെ, ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ കണ്ടപ്പോൾ ഞാൻ എന്തോന്ന് വിചാരിച്ചു, അതാണ് നോക്കിയത് എന്താണെന്നുള്ളത്. നിങ്ങളുടെ പേഴ്സൺ ഉണ്ടല്ലോ, നിങ്ങളിൽ നിന്നും ദൂരേക്ക് മാറി പോകേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളെ വിട്ടു നിൽക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം. ഓക്കെ, ഇത് 2-3 സിറ്റുവേഷൻസിലാവാം. ഒന്നുകിൽ നിങ്ങളുടെ ഇടയിൽ ഒരു വഴക്കുണ്ടായിട്ട് നിങ്ങൾ തൽക്കാലം ഒരു നോ കോണ്ടാക്റ്റിൽ ഇരിക്കുകയായിരിക്കും. ബ്ലോക്കേജോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയോ അത് അവർക്കൊരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ഉണ്ടാക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ഫിസിക്കലി ലോങ് ഡിസ്റ്റൻസിലേക്ക് പോയിരിക്കാം. കാരണം ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് നമുക്ക് ജനറലായിട്ടേ പറയാൻ സാധിക്കുള്ളൂ. ജോലി സംബന്ധമായിട്ടോ എന്തെങ്കിലും, കാരണം ഈ ഓഫ് പെൻറ്റക്കിൾസ് അവിടെ വന്നിട്ടുണ്ട്. ജോലി സംബന്ധമായിട്ടൊക്കെ ഇവർ ലോങ് ഡിസ്റ്റൻസിലേക്ക് പോയിരിക്കാം, എബ്രോഡ് പോയിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിലേക്ക്, ഡിസ്ട്രിക്റ്റിലേക്ക് അങ്ങനെയൊക്കെ ഷിഫ്റ്റ് ചെയ്ത് പോകേണ്ടുന്ന സിറ്റുവേഷൻ വന്നിരിക്കാം. ഓക്കെ, പക്ഷെ അവിടെ ദൂരെ ഇരുന്നുകൊണ്ട് വളരെ വേദനയോടെ നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അങ്ങനെ ഒരു ഹാർട്ട് ബ്രേക്കാണ് അവിടെ കാണുന്നത്. ചിലർക്ക് ഒരു ടെമ്പററി സെപ്പറേഷൻ വന്നിട്ടുള്ളതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്നും മാറി നിൽക്കുന്നു, അതുകൊണ്ടുള്ള വേദന അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്നും പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നു, അത് അവർക്ക് വേദന ഉണ്ടാക്കുന്നു. കാരണം ഫാമിലിയുടെ ഇൻ്റർഫിയറൻസ് അവിടെ കാണുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് വല്ലാതെ സ്ട്രെസ്ഡ് ആവുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളെ കാണണമെന്നുള്ള അതിയായ ആഗ്രഹം, അത് സാധിക്കാതെ വരിക, അതെല്ലാം ഒരു പ്രശ്നമാണ്. ചിലർക്കെങ്കിലും അവരുടെ തേർഡ് പേഴ്സൺ അവരുടെ കൂടെ ഉള്ളതായിട്ടും കാണുന്നു. അത് പാരൻസ് ആവാം, സ്പൗസ് ആവാം കേട്ടോ.
ആര് തന്നെ ആയാലും അവർ കൂടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓടി വന്ന് പെട്ടെന്ന് പെട്ടെന്ന് ട്രാവൽ ചെയ്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്ത് നിങ്ങളെ കാണാനുള്ളൊരു സാഹചര്യം അല്ല അവർക്ക്. അതുകൊണ്ട് തന്നെ ഈ ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്നവർ വല്ലാതെ സ്ട്രെസ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അവരവരുടെ ജോലിയിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ചിലർക്കെങ്കിലും ജോബിലൊരു ന്യൂ ബിഗിനിങ് കിട്ടിയിട്ടുള്ളതായിട്ട് കാണുന്നു. അവരുദ്ദേശിച്ച രീതിയിലുള്ളൊരു തുടക്കം അവർക്ക് ജോബിൽ കിട്ടിയിട്ടുള്ളതായിട്ട് കാണുന്നു കേട്ടോ. ചിലരുടെയെങ്കിലും ലൈഫിൽ ഒരു ഫാമിലിയുടെ സാന്നിധ്യം കാണുന്നുണ്ട്. ഒന്നുകിൽ സ്പൗസ്, കുട്ടികൾ, അല്ലെങ്കിൽ പാരൻസ്. എന്ത് തന്നെയായാലും ആ റെസ്പോൺസിബിലിറ്റി അവർക്ക് ഉണ്ട്. അവരത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നു കേട്ടോ. അവിടെ പൈസ കൊടുക്കേണ്ടവിടെ കൊടുക്കുന്നുണ്ട്, സംരക്ഷണം കൊടുക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട്, അങ്ങനെയെല്ലാം അവർ ചെയ്യുന്നുണ്ട്. ഓക്കെ. അതായത് ചിലരെങ്കിലും അവരുടെ സുഹൃത്തുക്കളുടെ അടുത്ത് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതായിട്ട് കാണുന്നു. ഈ സമയത്ത് നമ്മളിത് കാണുന്ന സമയത്ത് അവരുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം. അവർക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള വിശ്വാസമുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളായിരിക്കാം നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഒരു റീയൂണിയൻ സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിൽ അവർ പറയുന്നതായിട്ടാണ് കാണുന്നത്. റീയൂണിയനെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. ആ റീയൂണിയനിൽ നിങ്ങളെ കണ്ട് സംസാരിക്കാനുള്ള സാഹചര്യം വരുന്നുണ്ട്. ഒരുപക്ഷെ ഒരു ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു റീയൂണിയൻ ഓർഗനൈസ് ചെയ്യുന്നതും ആവാം. അവിടെ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യണം. നിങ്ങളെ ഇൻവൈറ്റ് ചെയ്താൽ നിങ്ങളെ കാണാൻ അവർക്ക് സാധിക്കും, സംസാരിക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നതായിട്ട് അങ്ങനെയുമായിരിക്കാം. ഓക്കെ. നിങ്ങളുടെ പേഴ്സൺ ഒരു യൂണിഫോമിൻ്റെ ജോബിലൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളും ആയിരിക്കാം കേട്ടോ. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആയിരിക്കാം. ലോങ് ഡിസ്റ്റൻസിലും ആയിരിക്കാം രണ്ടുപേരും. ഗവൺമെൻറ് സർവീസിലായിരിക്കാം. നല്ല പ്രബലമായ ജോലിയിലിരിക്കുന്ന വ്യക്തിയായിരിക്കാം. വേറെന്താണ്, ലോങ് ഡിസ്റ്റൻസ് വളരെ പ്രബലമായിട്ട് കാണുന്നു. ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കാം. പണം കൊടുക്കൽ വാങ്ങൽ ചെയ്യുന്ന വ്യക്തികൾ. ഓക്കെ. ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ഫൈനാൻസ് അവിടെയും നടക്കാറുണ്ടല്ലോ. അങ്ങനെ ആ ജോലികളിലൊക്കെ ആയിരിക്കാം കേട്ടോ. അപ്പോൾ അതാണ് അവിടെ പ്ലാനിങ് നടക്കുന്നത്. റീയൂണിയന് വേണ്ടിയിട്ട് നിങ്ങളെ വരുത്താൻ സാധിച്ചാൽ സംസാരിച്ച കാര്യങ്ങൾക്കൊരു തീരുമാനമുണ്ടാക്കാം എന്നുള്ള രീതിയിൽ. കാരണം അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് വന്നിട്ടുള്ളവർക്കായിരിക്കും ഇത് റെസനേറ്റ് ആവുന്നത് കേട്ടോ. പിണങ്ങിയിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിട്ടു നിൽക്കുന്നവർക്ക് ഒരു റീയൂണിയനിൽ വെച്ച് കാണാനുള്ള സാധ്യതയും അവിടെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല കേട്ടോ. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ട് എന്നും കാണുന്നു. ഇവർ മെഡിറ്റേഷൻസ് ചെയ്യാറുണ്ടായിരിക്കും, മാനിഫെസ്റ്റേഷൻസ് ചെയ്യാറുണ്ടായിരിക്കും. ഓക്കെ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സക്സസ്സിൽ എത്തണം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓവറോൾ ഉറക്കക്കുറവ് അവർ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എസ്പെഷ്യലി വിട്ടു നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ ഉറക്കക്കുറവ് വല്ലാതെ മിസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നിങ്ങളെ പറ്റിയുള്ള ചിന്തകൾ നിർത്താൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് അവർ. അവിടെ ഫാമിലി കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് നിങ്ങളെ വിട്ടു പിരിയാൻ പറ്റില്ല ഒരു രീതിയിലും. നിങ്ങളുടെ ലൈഫിൽ നിന്നും പുറത്തേക്ക് പോകാൻ അവർക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വീണ്ടും വീണ്ടും വരുന്നതായിട്ടും അവർ എന്താ പറയുക, ഉറക്കം തീരെ നഷ്ടപ്പെട്ട രീതിയിലിരിക്കുന്നതായിട്ടും കാണുന്നു. ഇൻസെക്യൂരിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്, മിസ്സിങ് എനർജിയും ഫീൽ ചെയ്യുന്നുണ്ട്. ഇൻസെക്യൂരിറ്റി എന്താണ്, ഇവർ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്ത് എത്തുമ്പോഴേക്കും നിങ്ങൾ വേറെ തീരുമാനം എടുത്ത് പോയിട്ടുണ്ടാവുമോ, അവരുടെ ലൈഫിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുണ്ടാവുമോ എന്നുള്ള ഒരു ഭയം അവരെ അലട്ടുന്നുണ്ട്. ആൾക്കൂട്ടത്തിൽ ഇരിക്കുമ്പോഴും ഒരു മാനസികമായിട്ട് ഒരു ഒറ്റപ്പെട്ടാണ് ഇരിക്കുന്നത് എന്നുള്ള സിറ്റുവേഷൻ. എപ്പോഴും ഉള്ളിലൊരു സങ്കടം അവർക്ക് ഫീൽ ചെയ്യാറുണ്ട് എന്നും കാണുന്നു കേട്ടോ. മിസ്സിങ് എനർജി കാരണമാണ് ആ ഒരു സങ്കടം. എപ്പോഴും പുറമേക്ക് ചിരിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സങ്കടം കീപ്പ് ചെയ്യുന്നുണ്ട് എന്നും കാണുന്നു. നിങ്ങളെ പ്രതി അട്രാക്ഷനാണ്, സ്നേഹമാണ്, റെസ്പെക്റ്റാണ്, എല്ലാം തന്നെ അവർ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നും കാണുന്നു കേട്ടോ. നിങ്ങളെ ഓർക്കുമ്പോൾ അവർക്ക് മനസ്സിങ്ങനെ വിങ്ങുന്ന പോലെ ആവും. ജോലിയിലേക്കും വളരെയധികം ഫോക്കസ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ജോലി വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ജോലിയിലേക്ക് വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ. ഓവർ തിങ്കിങ്ങിൽ കൂടിയും കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് രാത്രി ഉറക്കം തീരെ നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ അവർ നിൽക്കുന്നത്. കാരണം എന്താണ്, ഓവർ തിങ്കിങ് വരുന്നതിൻ്റെ കാരണം ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നു. ചിലപ്പോൾ പെട്ടെന്ന് സങ്കടം വരിക, ദേഷ്യം വരിക, ചുറ്റുമുള്ളവരുടെ അടുത്ത് ഹാർഷായിട്ട് സംസാരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാകും കേട്ടോ. ഇവർ പ്രബലമായ ജോലിയിൽ ഇരിക്കുന്ന വ്യക്തിയാണ് കേട്ടോ. നല്ലവർക്ക് ഇവരെ അറിയാം, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതിലേക്ക് അവർക്ക് ശ്രദ്ധിച്ച് മതിയാകൂ. പരമാവധി അവരതിന് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അതിൽ ജോലിയിൽ എന്താ മിസ്റ്റേക്കൊന്നും പറ്റരുത് എന്നുള്ള രീതിയിൽ നല്ലതായിട്ട് തന്നെ ജോലിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും അവർ ശ്രമിക്കുന്നുണ്ട്.
പക്ഷെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലും മനസ്സിങ്ങനെ വോണ്ടർ ചെയ്ത് പോകുന്നു എന്നുള്ളൊരവസ്ഥയാണ്. നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് നിങ്ങളുടെ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ പിക്ചേഴ്സ് നിങ്ങൾ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെടുത്ത് നോക്കിയിട്ട്, നിങ്ങളല്ല അവർ എടുത്ത് നോക്കിയിട്ട് എന്താണ് അപ്ഡേറ്റ് എന്നൊക്കെ ഉള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾക്കായിട്ട് ഒരു ക്വിക്ക് ആക്ഷൻ എടുക്കണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, സിറ്റുവേഷൻ എന്ത് തന്നെയായാലും റെസ്പോൺസിബിലിറ്റീസൊക്കെ അവിടെ ഉണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്വിക്ക് ആക്ഷൻ എടുക്കണമെന്ന് തന്നെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. വെയിറ്റിംഗ് പീരീഡ് മതി, ഇനി അവരുടെ അടുത്തേക്ക് പോകാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ന്യായമായിട്ട് പ്രവർത്തിക്കേണ്ടത് എന്താണോ അത് ചെയ്യണം, അത് പ്രകാരം ചെയ്യണം എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ ഒരുപാട് മെമ്മറീസ് ഉണ്ട്, അതൊക്കെ ഇവർക്ക് ഈ സമയത്ത് വീണ്ടും അവർ ഓർക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ആലോചന നിർത്താൻ വയ്യല്ലോ, ആലോചന നിർത്താൻ പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നതായിട്ട്, നിങ്ങൾ അവരുടെ ലൈഫിലൊരു എംപ്രസ് ഇന്ന എനർജിയുള്ള വ്യക്തിയാണ്, സ്ത്രീ ആയാലും പുരുഷനായാലും. അതായത് നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻറ്റ് അവർക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഓവറോൾ ഇപ്പോൾ കണ്ടത് എന്താണ്, അവർ ജോലിയിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. വീണ്ടും ജോലി സംബന്ധമായ കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. ജോലിയിലേക്ക് ശ്രദ്ധിക്കുമ്പോഴും അവർക്ക് ഉണ്ടായിട്ടുള്ള നിങ്ങളുമായിട്ടുള്ള ഒരു മനസ്താപം അല്ലെങ്കിൽ ആ ഒരു പിരിവ്, ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് വന്നതാവാം, ട്രാൻസ്ഫേഴ്സ് വന്നതായിരിക്കാം, വേറെ നാട്ടിലേക്ക് പോയതായിരിക്കാം. എന്തായാലും അവിടെ ഒരു ജോലിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങളെ വല്ലാതെ മിസ്സ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരു റീയൂണിയന് വേണ്ടി അവർ പ്ലാൻ ചെയ്യുന്നതായിട്ടും കാണുന്നു അവരുടെ സുഹൃത്തുക്കളുടെ ഒപ്പം. അതേപോലെ നിങ്ങൾക്കായിട്ട് ഒരു ക്വിക്ക് ആക്ഷൻ എടുക്കണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ന്യായമായിട്ട് എന്താണോ ചെയ്യേണ്ടത് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി ചെയ്യണമെന്ന് അവർ ചിന്തിക്കുന്നു. നിങ്ങളെ ഒരിക്കലും വിട്ടുപോകാൻ സാധിക്കില്ല എന്ന് തന്നെ അവർ പറയുന്നുണ്ട്. നിങ്ങളെ പ്രതി പൊസസീവായിട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇമോഷണലി വളരെയധികം അറ്റാച്ച്ഡാണ് നിങ്ങളുമായിട്ട് എന്നാണ് കാണുന്നത്. കറൻറ്റ് സിറ്റുവേഷനിൽ ജോലിയിലേക്ക് വളരെ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. മനസ്സിനെ ബാലൻസിലേക്ക് എത്തിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. എന്തൊക്കെ ചെയ്താലും നിങ്ങളുടെ ഓർമ്മകൾ വീണ്ടും വീണ്ടും വരുന്നു. പക്ഷേ അതിന് മനസ്സിനെ ബാലൻസിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുണ്ട് എന്നും കാണുന്നു. 9 ഓഫ് പെൻറ്റക്കിൾസ്, ജോലി വളരെ പ്രധാനമാണ്. കരിയറിൽ സ്റ്റേബിൾ ആയാൽ മാത്രമേ അടുത്ത സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല സോഷ്യൽ ഇമേജ് വളരെ പ്രധാനമാണ്. അവരുടെ ജോലി പ്രബലമായ ജോലിയാണ്, അതും വളരെ പ്രധാനമാണ്. ഇതെല്ലാം അവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നും കാണുന്നു കേട്ടോ. ജോലിയിലൊന്നും ഒരു കോംപ്രമൈസ് അവർ ചെയ്യുന്നില്ല. കൃത്യമായിട്ട് തന്നെ ചെയ്യേണ്ടുന്ന റെസ്പോൺസിബിലിറ്റീസ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. മനസ്സിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് കാണുന്നത്. റീയൂണിയൻ പ്ലാൻ ചെയ്യുന്നുമുണ്ട്. ഓക്കെ, ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. മെയിനായിട്ട് ജോലി തന്നെയാണ്, ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ഫാമിലി റെസ്പോൺസിബിലിറ്റീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, നിങ്ങളെ മിസ്സും ചെയ്യുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും എൻ്റെ വ്യൂവേഴ്സിന് എന്തെങ്കിലും നെക്സ്റ്റ് ആക്ഷൻ പ്രതീക്ഷിക്കാൻ സാധിക്കുമോ എന്നൊന്ന് പറഞ്ഞു തരും. മൂന്ന് പൈല് വയ്ക്കാം കേട്ടോ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും എൻ്റെ വ്യൂവേഴ്സിന് എന്തെങ്കിലും നെക്സ്റ്റ് ആക്ഷൻ ഉടനെ പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും അവർക്കായിട്ട് എന്തെങ്കിലും നെക്സ്റ്റ് ആക്ഷൻ ഉടനെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നു. വ്യൂവേഴ്സിന് ഒരു നെക്സ്റ്റ് ആക്ഷൻ ഉടനെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞു തരും. പൈല് 1 പൈൽ 2, പൈൽ 3, ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തോളൂ കേട്ടോ. പൈൽ നമ്പർ മനസ്സിൽ വിചാരിച്ചാൽ മതി. പൈൽ 1, പൈൽ 2, പൈൽ 3. നോക്കാം നെക്സ്റ്റ് ആക്ഷൻ. പൈൽ 1 വാവ്, 2 ഓഫ് കപ്സ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, 10 ഓഫ് കപ്സ്, ഏസ് ഓഫ് കപ്സ്.
പൈല് വണ്ണുകാർക്ക് റീയൂണിയനാണ് വരുന്നത്. റീയൂണിയൻ മാത്രമല്ല, അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹമാണ്. ഓക്കെ, അവരുടെ ഫാമിലിയിലേക്ക് നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. അവരുടെ എന്താ പറയുക, ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസിൽ എല്ലാം സക്സസ്ഫുൾ ആയി കഴിഞ്ഞു, കരിയറിൽ സക്സസ്ഫുൾ ആയി കഴിഞ്ഞു, സെറ്റിൽഡ് ആയി കഴിഞ്ഞു. അതായത് അടുത്ത ഘട്ടത്തിലേക്ക് ജീവിതം കൊണ്ടുപോകണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അവിടെ അവരുടെ പങ്കാളിയായിട്ട് നിങ്ങൾ മതി എന്നാണ് അവർ തീരുമാനിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള നെക്സ്റ്റ് ആക്ഷൻ നിങ്ങൾക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഫാമിലിയുടെ അടുത്ത് ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകും. ഒരു മാരേജ് പ്രപ്പോസൽ, ഒരു കല്യാണം, നിങ്ങളെ അവരുടെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് എനിക്കവിടെ പൈല് വണ്ണുകാർക്ക് കിട്ടുന്നത് കേട്ടോ. വളരെ നല്ല കാര്യം അല്ലേ. ഇനി പൈൽ 2കാർക്ക് എന്താണെന്ന് നോക്കാം. നൈറ്റ് ഓഫ് സ്വാർഡ്സ്, 8 ഓഫ് പെൻറ്റക്കിൾസ്, 5 ഓഫ് കപ്സ്, കിങ് ഓഫ് സ്വാർഡ്സ്. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് കീപ്പ് ചെയ്യുന്ന വ്യക്തിയാണ്. ജോലി സംബന്ധമായിട്ട് ലോങ് ഡിസ്റ്റൻസിലാണ്. അവർ ഇത്രയും നാൾ ക്ഷമയോടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ മിസ്സിങ് എനർജി, സഹിക്കാൻ വയ്യാത്തൊരു എനർജിയിലാണ് അവരിയ്ക്കുന്നത് കേട്ടോ. ഭയങ്കരമായിട്ട് മിസ്സിങ് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രാക്ടിക്കാലിറ്റിയൊക്കെ അവിടെ മതി, ജോലിയിൽ ശ്രദ്ധയൊക്കെ അവിടെ മതി, നിങ്ങളുടെ അടുത്തേക്കൊന്ന് വരട്ടെ എന്ന് അവർ ചിന്തിക്കുകയാണ്. ഓക്കെ, ജോലിയൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കും. പ്രാക്ടിക്കാലിറ്റി ഓവറായി കഴിഞ്ഞു, ഇനി ആക്ഷൻ ആണ് എടുക്കേണ്ടത് എന്ന് അവർ ചിന്തിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കായിട്ടൊരു ക്വിക്ക് ആക്ഷൻ അവരുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം. ലോങ് ഡിസ്റ്റൻസിലുള്ളവർ ലീവ് എടുത്ത് നിങ്ങളെ കാണാൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് അവിടെ കാണുന്നു കേട്ടോ. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷനിൽ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആലോചനയൊക്കെ നിർത്തിയിട്ട് നിങ്ങൾക്ക് നേരെ വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇനി പൈൽ നമ്പർ 3കാർക്ക്. Queen of Wands, 9 of Swords, 10 of Swords and Temperance. ഓക്കെ, ക്വീൻ ഓഫ് വാൻസ്, നിങ്ങൾ അവരുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വ്യക്തിയാണ് എന്ന് തന്നെ അവർ കരുതുന്നു കേട്ടോ. നിങ്ങളുടെ ഇടയിൽ ഒരു ടെമ്പററി അല്ല, ഒരു സെപ്പറേഷൻ വന്നിരിക്കുന്നു എന്ന് കാണുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സെപ്പറേഷന് ശേഷമാണ് അവർ റിയലൈസ് ചെയ്തത് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു എന്ന്. നിങ്ങളില്ലാതെ ജീവിക്കാൻ അവർക്കറിയേയില്ല എന്നുള്ള റിയലൈസേഷൻ എപ്പോഴാണ് വന്നത്? നിങ്ങളുമായിട്ട് സെപ്പറേഷന് ശേഷം. ഓക്കെ, ആ സെപ്പറേഷന് ശേഷം ഇവർ ഉറങ്ങിയിട്ടില്ല, ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. കണ്ണടച്ചാൽ നിങ്ങളുടെ മുഖം മനസ്സിൽ വരുന്ന ഒരു അവസ്ഥയാണ്. അവർ ഇപ്പോൾ ചിന്തിക്കുന്ന എന്താണ് ആ സിറ്റുവേഷൻ വേറെ രീതിയിൽ ഹാൻഡിൽ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ വരില്ലായിരുന്നു എന്ന്. ആ സെപ്പറേഷൻ ഇനി മാറ്റിയെടുക്കാൻ സാധിക്കുമോ, നിങ്ങളുടെ റിലേഷൻ തിരിച്ച് ഒരു ബാലൻസിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ എന്നാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നും ഒരു അപ്രോച്ച് വരാൻ സാധ്യതയുണ്ടോ ഡിവൈൻ? പൈൽ 3കാരുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും റീകൺസീലിയേഷന് വേണ്ടിയിട്ട് ഒരു അപ്രോച്ച് വരാൻ സാധ്യതയുണ്ടോ? എന്തായിരിക്കും അവരുടെ നെക്സ്റ്റ് ആക്ഷൻ കാണുന്നുണ്ടോ? മജീഷ്യൻ, ഡെത്ത്, റീബർത്ത്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് കാർഡ്. ഒന്നുകൂടെ നോക്കേണ്ട അവസ്ഥയാണ്, പിക്ചർ കുറച്ച് ഡാർക്കായതുകൊണ്ട്. നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിക്കുകയാണ് അവർ കേട്ടോ. നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നത് എങ്ങനെ, നിങ്ങളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും എന്നൊക്കെ അവർ ചിന്തിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ആക്ഷനിൽ തീർച്ചയായും ഇപ്പോൾ ഇരിക്കുന്ന ആ ഒരു സെപ്പറേഷൻ എന്നുള്ള കണ്ടീഷൻ ഒരു ക്ലോഷർ, ഒരു അവസാനം കുറിച്ചിട്ട് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ആക്ഷൻ വരും, പക്ഷേ അവരൊത്തിരി സമയം എടുത്തിട്ടേ അത് ചെയ്യുള്ളൂ. കാരണം ഒരു തീരുമാനം എടുക്കാൻ പറ്റായിക അവർ ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് വല്ലാതെ മിസ്സിങ് എനർജി ഉണ്ട്. റിലേഷൻ ബാലൻസിൽ എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ള ഭയവും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവരൊരു വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവരുടെ അടുത്തു നിന്നും ആക്ഷൻ ഉണ്ടാവും തീർച്ചയായിട്ടും. റീകൺസിലിയേഷൻ അവർ ശ്രമിക്കും, പക്ഷേ ഇച്ചിരി കൂടെ സമയമെടുക്കും എന്നാണ് കാണുന്നത് കേട്ടോ. ഇമ്മീഡിയറ്റ് ആയിട്ട് ഉടനെ ഒരു ആക്ഷൻ ഇവരുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല, പക്ഷെ ആക്ഷൻ വരും എന്ന് തന്നെയാണ് കാണുന്നത്. വിട്ടുപിരിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ വില അവർക്ക് മനസ്സിലായത് എന്നുള്ളൊരു സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും മതി. ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്.
റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റും കൂടെ ചെയ്ത് തരണേ. അതുപോലെ വേറെ എന്താണ് പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.